ഹായ് ഹലോ ഐ ആം ലക്ഷ്മി ഹിയർ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ ഒരു സംശയം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 20 years ആയിട്ട് ഞാൻ ഈ സെയിം ഫീൽഡിലുള്ള ഒരാളാണ്. അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഞാൻ പറയുകയാണ്. നമ്മൾ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത പ്രാവശ്യം ഫേഷ്യൽ ചെയ്യാൻ വരുമ്പോൾ ചില ആൾക്കാരിൽ വരുന്നൊരു സംശയമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി നല്ലതായിട്ട് തോന്നി, പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഒട്ടും റിസൾട്ട് ഇല്ലാത്തതുപോലെ തോന്നിയെന്ന് പറയും. അപ്പോൾ ഈ ചെയ്യുന്ന പ്രോഡക്റ്റും കാര്യങ്ങളും തന്നെയാണ് ഈ ചെയ്യുന്ന പാർലർ ആണെങ്കിലും ക്ലിനിക്കുകാരാണെങ്കിലും യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഈ പ്യുവറായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും കള്ളത്തരമൊക്കെ കാണിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, ഒറിജിനലായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ. പക്ഷേ എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ഫീൽ ആയി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഫേസിൽ ഓൾറെഡി ഡെഡ് സെൽസും അതുപോലെ തന്നെ നമുക്ക് ചെറിയ പിഗ്മെന്റും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്തായിരിക്കും നിങ്ങളൊരു ഫേഷ്യൽ ചെയ്യാനായിട്ട് വരുന്നത്. ആ സമയത്ത് നിങ്ങളൊരു നല്ല ഒരു പാക്കേജാണ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടും അപ്പോഴും തന്നെ. കാരണം അവർ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നു, സ്ക്രബ് ചെയ്യുന്നു, മസാജ് ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് നമുക്ക് അപ്പോഴും കിട്ടിക്കഴിയും. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഒരു 1 month വരെ നിങ്ങൾ നല്ലൊരു പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് നല്ലൊരു സർവീസാണ് കിട്ടുന്നതെങ്കിൽ 1 month വരെ നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. 1 month ആകുമ്പോൾ നിങ്ങൾ വീണ്ടും വന്നിട്ട് സെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കാരണം നിങ്ങൾ അതേ ഫേഷ്യൽ വീണ്ടും ചെയ്യുവാണ്. സോ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ നേരത്തെ സ്കിന്നല്ല ഇപ്പോൾ നിങ്ങളുടെ സ്കിന്ന്. നിങ്ങളുടെ ആ ഉണ്ടായിരുന്ന സ്കിന്നിനെ നിങ്ങൾ നല്ലൊരു ഫേഷ്യൽ ചെയ്ത് നല്ല മിനുസപ്പെടുത്തി വെക്കുന്ന ഒരു സ്കിന്നാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ സ്കിന്നിലോട്ട് നിങ്ങൾ വീണ്ടും സെയിം ഫേഷ്യൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വലിയൊരു വ്യത്യാസമൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം ഓൾറെഡി നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ടിരിക്കുവാണ്. അന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു എഫക്റ്റാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ് എനിക്ക് ആ ഒരു വ്യത്യാസം പെട്ടെന്ന് കിട്ടിയതും ഇപ്പോഴും അത് കിട്ടാത്തതും എന്നുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറെഡി നിങ്ങളുടെ സ്കിൻ ഇപ്പം നല്ലതായിട്ടിരിക്കുവാണ്. ശരി, വീണ്ടും ഡാമേജ് ആയിട്ടുള്ള സ്കിന്നിലാണ് വീണ്ടും അത് ചെയ്യുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് വീണ്ടും എനിക്കൊരു റിസൾട്ട് കിട്ടിയതായിട്ട് തോന്നത്തുള്ളൂ. ആ ഒരു ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? ആ ഒരു ഡിഫറൻസ് പെട്ടെന്ന് നമുക്ക് ഫീൽ ആകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംശയമുള്ള ആൾക്കാരുടെ എൻ്റെ ഒരു ആൻസർ ഇതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ അതിങ്ങനെ നമ്മളിങ്ങനെ ഒരു സാധനത്തിന് വെളുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊരു കളറില്ലേ, അതിനകത്ത് നമ്മൾ എപ്പോഴും വാരി തേച്ചു എന്ന് പറഞ്ഞിട്ട് വെളുത്തുകൊണ്ടിരിക്കുമോ? ഇല്ല. നമുക്കൊരു സ്കിൻ ടോൺ ഉണ്ട്. നമ്മൾ അതിനെ ക്ലീൻ ചെയ്ത് വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഒരു സംശയം അത് മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.